മാൽ പ്രാക്ടീസ് സർവകലാശാലയിൽ നടന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നു. അതിലേക്കായിട്ട് കിട്ടിയത് 2500 രൂപയാണെന്നാണ് നമുക്ക് ഓഡിറ്റിൽ കാണാൻ പറ്റുന്നത്. അതിനുശേഷം ഓഫീസ് റെക്കോർഡുകൾ രജിസ്റ്റർ നോക്കുമ്പോൾ 55,000 രൂപ കിട്ടിയതായി കാണുന്നു. മാൽ പ്രാക്ടീസിൽ പോലും മാൽ പ്രാക്ടീസ് കാണിച്ചിരിക്കുകയാണ് ഇവിടെ സർവകലാശാല. ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ അവിടെ കൊല്ലത്ത് പ്രത്യേകിച്ച് ഈ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കൊല്ലമായതുകൊണ്ട് അവിടെ 2 തരം സെൻറ്ററുകളിലാണ് പരീക്ഷ എഴുതാൻ പറ്റുന്നത്. CPM നേതാക്കന്മാരും DYFI സഖാക്കൾക്കും സെപ്പറേറ്റ് സെൻറ്ററാണ് പരീക്ഷ എഴുതുന്നതിന്. സാധാരണ വിദ്യാർത്ഥികൾക്ക് സെപ്പറേറ്റ് സെൻറ്ററും. ഈ CPMൻ്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ DYFI നേതാക്കന്മാർ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അവർക്ക് കോപ്പി അടിക്കാൻ അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കുന്ന രീതിയിൽ അവർക്ക് സെപ്പറേറ്റ് സെൻറ്ററും അതിനുശേഷം വരുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ വേറെ സെൻറ്ററുമാണ്. അവിടെ വിദ്യാർത്ഥികൾ കോപ്പി അടിക്കുമ്പോൾ മാൽ പ്രാക്ടീസിൽ കിട്ടുന്ന പൈസയിൽ 2500 രൂപയെന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ട്, പക്ഷേ റെക്കോർഡിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ 50,000 മുകളിൽ പൈസ. അപ്പോൾ ഈ മാൽ പ്രാക്ടീസിൽ പോലും ഒരു മാൽ പ്രാക്ടീസ് യൂണിവേഴ്സിറ്റി നടത്തിയിരിക്കുകയാണ്. അങ്ങനെ തികച്ചും കെടുകാര്യസ്ഥതയും അഴിമതിയും സ്വജനപക്ഷപാതവും കൊണ്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഇതിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ കൂടിയായ ഗവർണർക്ക് പരാതി നൽകിയത്. വരും ദിവസങ്ങളിലും യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, ഒരു വെർച്വൽ പ്രോഗ്രാം ഓഫീസർ, അദ്ദേഹത്തിന് 50,000 രൂപയാണ് ശമ്പളം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും യോഗ്യത പറയുന്ന ബിരുദ സർട്ടിഫിക്കറ്റാണ്. ആ ബിരുദ സർട്ടിഫിക്കറ്റ് പോലും ഹാജരാക്കാതെയാണ് ഇവിടെ ജോലി കൊടുത്തിരിക്കുന്നത്. അതുപോലെ അസിസ്റ്റൻറ്റ് SLM കോർഡിനേറ്റർ 50,000 രൂപ ശമ്പളം, അതിനും യോഗ്യത ബിരുദം ഉള്ളതാണ്. ഏകദേശം 500-ൽ താഴെ ബിരുദധാരികൾ മാത്രമാണ്. കേരളത്തിൽ അത്രത്തോളം ആൾക്കാർ ഇവിടെ ജോലിക്കായി നെട്ടോട്ടം ഓടുമ്പോൾ വെറും 500 പേര് മാത്രം അപേക്ഷിച്ചു എന്നാണ്, അതിൽ താഴെ അപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. അതിനകത്തൊരു റാങ്ക് പട്ടികയോ പരീക്ഷ നടത്തിയതിൻ്റെയോ ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള താൽക്കാലിക നിയമനങ്ങൾ നടത്തുമ്പോൾ കൃത്യമായ ചട്ടമുണ്ട്. നമ്മൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ ആശ്രയിക്കണം. അവിടെ കഴിവുറ്റ നിരവധിയായ ഉദ്യോഗാർത്ഥികൾ പഠിച്ചിട്ട് ഒരു ജോലിക്കായിട്ട് ഒരു ശമ്പളത്തിന് വേണ്ടി അവിടെ കാത്തു നിൽക്കുമ്പോൾ ഇവിടെ പിൻവാതിലിലൂടെ ഈ ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരുപയോഗിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് നിൽക്കുന്നതുകൊണ്ട് ആരും പ്രതിഷേധിക്കത്തില്ല, അല്ലെങ്കിൽ ആരും കുറ്റം പറയത്തില്ല. വിശ്വഗുരുവിൻ്റെ പേരിലുള്ള ആ യൂണിവേഴ്സിറ്റിയുടെ മറവിൽ CPM നേതാക്കൾ നടത്തുന്നത് അങ്ങേയറ്റത്തിലുള്ള കൊള്ളയാണ്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് നോക്കിയാൽ നമുക്ക് ഡീസൽ വാങ്ങിച്ചത് മുതൽ, ജനറേറ്ററിൽ ഡീസൽ ഒഴിച്ചത് മുതൽ, സർവകലാശാലയുടെ ഇത് നടത്തിയത് മുതൽ എല്ലാ സമസ്ത മേഖലയിലും ഈ ഓഡിറ്റ് റിപ്പോർട്ട് നോക്കിയാൽ അഴിമതിയും കെടുകാര്യസ്ഥതയും മാത്രമാണ് കാണുവാൻ സാധിക്കുന്നത്.